11 ദിവസം. ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ. കരുണാർദ്ര ഹൃദയം. ഞാൻ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്താൽ ഉയർത്തപ്പെട്ട സ്മാരകമായിരിക്കുമെന്ന് ആത്മാവിൽ ഉല്ലേഖനം ചെയ്ത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ഊക്കനച്ചൻ. നല്ല സമറിയാക്കാരൻ്റെ ചൈതന്യത്തെ ഉള്ളിൽ സ്വീകരിച്ച് ക്രിസ്തുമാർഗത്തെ ദർശനം ചെയ്ത് ഈ ലോകത്തിൻ്റെ ഊടുവഴികളിലൂടെ ഇറങ്ങിത്തിരിച്ച അദ്ദേഹം കരുണാർദ്ര സ്നേഹത്തിൻ്റെ പ്രേഷിതനായി. വൈവിധ്യമാർന്ന അപ്പസ്തോലിക രംഗങ്ങളിലൂടെ എപ്രകാരം യേശുവിൻ്റെ ആർദ്ര സ്നേഹം ലോകത്തിന് നൽകാൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിച്ചു. കുഷ്ഠരോഗികളുടെ പുനരുദ്ധാരണം, മാനസിക രോഗികളുടെ സമുദ്ധാരം, തൊഴിൽ രഹിതരെ ഉദ്ധരിക്കൽ, വനിതകളുടെ സമഗ്ര സമുദ്ധാരണം, അനാഥരെ സംരക്ഷിക്കൽ, ചേരി പ്രവർത്തനം, രോഗി പരിചരണം, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള യത്നങ്ങൾ, മതമൈത്രിയുടെ പുനരുദ്ധാരണം, വിദ്യാഭ്യാസ മേഖലയുടെ സമുദ്ധാരം, വിവിധങ്ങളായ കർമ്മരംഗങ്ങളെ തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കി ആതുരരുടെ സമഗ്ര വിമോചനത്തിനായി അദ്ദേഹം കടന്നു ചെന്നു. പ്രേക്ഷിത മേഖലകളിൽ പലതും പുതുമയുള്ളതും സാഹസികത ഉൾച്ചേരുന്നതുമായിരുന്നു. വ്യക്തി, കുടുംബ, സമൂഹ കേന്ദ്രീകൃതമായി ഈ ശുശ്രൂഷാ മേഖലകളിൽ അദ്ദേഹം വിരാജിച്ചു. മറ്റുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പെരുവഴിയിൽ കിടക്കുന്ന പിഞ്ചു പൈതങ്ങളെ കൊണ്ടുവന്ന് പരിപാലിക്കുകയും അവരെ വളർത്താൻ ധാരാളം സഹായങ്ങൾ ഊക്കനച്ചൻ നൽകുകയും ചെയ്തിരുന്നു. ധ്യാനാത്മക ജീവിതവും പ്രവർത്തനാത്മക ജീവിതവും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുവാൻ അമ്മേ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഊക്കനച്ചൻ ധ്യാനാത്മക ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും സ്വന്തമാക്കിയ സഹിക്കുന്ന ഈശോയുടെ കരുണയും സ്നേഹവുമായി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അവശരും നിസ്സഹായരുമായ മനുഷ്യമക്കളെ കരുണയോടെ ഉദ്ധരിക്കാനും തൻ്റെ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളെയും പ്രാപ്തരാക്കി. ദൈവം ദാനമായി നൽകുന്ന ആരോഗ്യം, കഴിവ്, സമയം എല്ലാം ആവശ്യത്തിലിരിക്കുന്നവരുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഉപയോഗിച്ച് നമുക്ക് ചുറ്റും നാം അറിയാത്തവരായി ആരുമുണ്ടാകരുതെന്ന അദ്ദേഹത്തിൻ്റെ ആദർശം ജീവിക്കാൻ ഊക്കനച്ചൻ നമ്മെ ക്ഷണിക്കുന്നു. നന്ദി.